വിദ്യാർത്ഥിനി ടി.സി. വാങ്ങാൻ തീരുമാനിച്ചിട്ടും അവസാനിക്കാതെ എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദം. നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കത്തോലിക്ക കോൺഗ്രസിന്റെ വിമർശനങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ലെന്ന് ന്യൂസ് 18നോട് പ്രതികരിച്ചു. സ്കൂളിലുണ്ടായ ഗുരുതരമായിട്ടുള്ള പ്രശ്നം മറച്ചുവെക്കാനുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്നും മന്ത്രി പ്രതികരിച്ചു. സർക്കാരിനെ പിന്തുണച്ച് രംഗത്ത് വന്ന മുസ്ലിം ലീഗ് വിവാദത്തിൽ കക്ഷിയായി. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി സന്യാസിമാരെ അപമാനിച്ചുവെന്നും മാപ്പ് പറയണമെന്നുമുള്ള നിലപാടിലാണ് കത്തോലിക്ക കോൺഗ്രസ്. ഹിജാബ് വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം ക്രൈസ്തവ സംഘടനകൾ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് അതിന് രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് മറുപടി നൽകിക്കൊണ്ട് മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് ന്യൂസ് 18നോട് പ്രതികരണം നടത്തിയത്. അവരുടെ വിമർശനത്തിൽ നിന്ന് മറുപടി പറയാൻ ഞാൻ ആളല്ല. അത് വിമർശനത്തിന് മറുപടി അർഹിക്കുന്ന കാര്യമല്ല. വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിലും വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള നിലയിലും കേരള എഡ്യൂക്കേഷൻ റൂൾ അനുസരിച്ചും കേന്ദ്ര വിദ്യാഭ്യാസ നയമനുസരിച്ചും കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നു മാത്രമേ ഉള്ളൂ. ഒരു വിദ്യാർത്ഥിയുടെയും വിദ്യാഭ്യാസം അവസാനിപ്പിക്കുന്ന നിലയിലുള്ള തീരുമാനം എടുക്കാൻ വേണ്ടി പാടില്ല, എന്തിന്റെ പേരിലായിരുന്നാലും. അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യം ബോധപൂർവം സ്കൂളിലുണ്ടായ പ്രശ്നങ്ങൾ മറയ്ക്കാനായി വിവാദങ്ങൾ സൃഷ്ടിക്കാനുള്ള നീക്കം നടക്കുകയാണ് എന്നാണ്. അതിനിടയിലാണ് മന്ത്രിയുടെ നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് മുസ്ലിം ലീഗ് നേതൃത്വം കൂടി രംഗത്തെത്തിയത്. മുൻ മന്ത്രി കൂടിയായ ലീഗിന്റെ മുതിർന്ന നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുന്നത് വി ശിവൻകുട്ടി ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് സ്വാഗതാർഹമാണ്. ചില ഛിദ്രശക്തികൾ വിഷയത്തിൽ വിവാദമുണ്ടാക്കാനായ ബോധപൂർവമായ ഇടപെടൽ നടത്തിയതുകൊണ്ട് മാത്രമാണ് ഇതിൽ ലീഗ് ഒരു നിലപാട് ആദ്യം പറയാതെ മൗനം പാലിച്ചത്. പക്ഷേ ഇപ്പോൾ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം നിയമം പറഞ്ഞ് ഹിജാബ് വിലക്കാൻ ആകില്ല എന്ന് തന്നെയാണ്. അസഹിഷ്ണുതയുടെ ഒരു വലിയ ഉദാഹരണമായിപ്പോയി അത്. കാരണം നമ്മൾ ഈ ഛത്തീസ്ഗഡിലും അതുപോലെ തന്നെ ബാക്കി സ്ഥലങ്ങളിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇങ്ങനൊരു അസഹിഷ്ണുതയുടെ ഒരു വലിയ ഉദാഹരണം ഉണ്ടായത് കേരളത്തിൽ തന്നെ വളരെ വളരെ അപമാനകരമായിപ്പോയി. ഓരോ വിഭാഗം നടത്തുന്ന സ്കൂളുകൾ അതത് വിഭാഗങ്ങൾക്ക് മറ്റുള്ളവരുടെ വേഷം കാര്യവും മറ്റും ഇതൊക്കെ ഒരു ഗിവ് ആൻഡ് ടേക്കിൽ പോകുന്ന കാര്യങ്ങളാണ്. നിയമം മാത്രം പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ പള്ളുരുത്തി സ്കൂളിൽ സംഭവിച്ച കാര്യങ്ങൾ വളരെ വളരെ അനഭിലഷണീയമാണ്. അത് അസഹിഷ്ണുതയുടെ അതിൻ്റെ ആ വാർത്താസമ്മേളനവും അത് സംബന്ധിച്ച അവർ പറഞ്ഞതും അതുപോലെ തന്നെ അതിനെ എതിർത്ത് പറഞ്ഞതും എല്ലാം അസഹിഷ്ണുതയുടെ ഉദാഹരണങ്ങളാണ്. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം കൃത്യമായി ഒരു നിലപാട് സ്വീകരിക്കുകയോ അല്ലെങ്കിൽ പരസ്യമായ നിലപാട് പറയുകയോ ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ലീഗ് നേതൃത്വം മന്ത്രി വി ശിവൻകുട്ടി എടുത്ത നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ ഈ വിഷയത്തിൽ കൃത്യമായൊരു നിലപാടെടുക്കാൻ നിർബന്ധിതമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് വകുപ്പിനെ ഉദ്ധരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയും മാനേജ്മെന്റിനെ ഉദ്ധരിച്ചുകൊണ്ട് ഈ സ്കൂൾ പ്രതിനിധികളും അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. തൽക്കാലത്തേക്കെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നത് ഈ കുട്ടി ടി.സി. വാങ്ങിക്കൊണ്ട് മറ്റൊരു സ്കൂളിൽ പ്രവേശനം തേടുന്നതിനുള്ള നടപടികളുമായി അതിൻ്റെ രക്ഷകർത്താക്കൾ മുമ്പോട്ട് പോകുന്നതിനാൽ മാത്രമാണ്. ഏതെങ്കിലും വിധേന ആ കുട്ടിക്ക് മറ്റൊരു സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കാത്ത സാഹചര്യമുണ്ടായാൽ അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഇടപെടൽ ആ വിഷയത്തിൽ ഉണ്ടാകുമെന്നും കൂടി മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു വെക്കുന്നുണ്ട്. സ്കൂളുകൾ അവിടെ ക്രിസ്ത്യാനി, മുസൽമാൻ, ഹിന്ദു എല്ലാം ഒരുമിച്ച് പഠിക്കേണ്ട വിദ്യാലയങ്ങളാണ്. പാഠശാല അല്ല സ്കൂളെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം കാണുക എന്നുള്ളതല്ലാതെ രാഷ്ട്രീയ മുതലെടുപ്പിനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് കുഴപ്പമാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തി അതൊക്കെ ജനങ്ങൾ നേരിട്ട് കാണുന്ന ജനങ്ങൾ അതെല്ലാം തള്ളിക്കളയും. എന്തായാലും ആ ക്രൈസ്തവ സഭയിലെ ഒരു വിഭാഗം ഇതിൽ മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുമ്പോഴും നിലപാടിൽ വിട്ടുവീഴ്ചയില്ല എന്ന് പറഞ്ഞ് തന്റെ നിലപാട് കടുപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രിയും ഉറച്ചു നിൽക്കുന്നത്. ലീഗ് അടക്കം മന്ത്രിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നേതൃത്വ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്.